നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേസ് അന്വേഷണം ഊർജിതമാക്കേണ്ട ഒരു കാര്യവും ഇപ്പൊ ഇല്ല. അതിപ്പോ പോകുന്ന പോലെ മന്ദഗതിയിൽ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നതാണ് ഉചിതം. അതെന്താ ദിയ അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കാരണം? കാരണം നിങ്ങൾ എത്രയും പെട്ടെന്ന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചാൽ അത്രയും പെട്ടെന്ന് നന്ദിത ജാമ്യം നേടി പുറത്തു വരും. അങ്ങനെ ഒരു സാഹചര്യം നമ്മളായിട്ട് ഒരുക്കി കൊടുക്കുകയേ ചെയ്യരുത്. കുറ്റപത്രം സമർപ്പിച്ചാലും ഇല്ലെങ്കിലും 90 ദിവസം കഴിഞ്ഞാൽ അവർക്ക് ജാമ്യത്തിന് അപേക്ഷിക്കാം. കോടതി അനുവദിച്ചാൽ പുറത്തു വരികയും ചെയ്യും. ഒരാളെ അനിശ്ചിതകാലത്തേക്ക് ജയിലിൽ പിടിച്ചു നിർത്താൻ ദൈവം വിചാരിച്ചാലും സാധിക്കില്ല. എന്തായാലും കുറ്റപത്രം കൊടുക്കുമ്പോ പഴുതറച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. പഴുതി ഇടേണ്ടടുത്ത് അത് ഇടുകയും വേണം. അല്ലെങ്കിൽ ചിലപ്പോ കേസ് പോലീസിന് നേരെ തന്നെ തിരിഞ്ഞു കളഞ്ഞേക്കാം. വിവേക് മർഡർ കേസിന്റെ ഇപ്പോഴത്തെ നില എന്താ? വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ചില തെളിവുകൾ പോലീസിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഓഹോ. SP ബിനു ജോൺ ഈ കേസിൽ അവിഹിതമായി തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. CIയെ വിളിച്ചു വരുത്തി വാൺ ചെയ്യുകയും മറ്റും ഉണ്ടായി. അത് വേണം. അയാൾക്ക് അങ്ങനെയൊന്നും കിട്ടേണ്ടത് അത്യാവശ്യം. CI എന്ന് വരട്ടിയതിന്റെ ചുരുക്ക് ഇതുവരെ മാറിയിട്ടില്ലല്ലേ? നോവിക്കുന്നവരെ ഞാൻ കൂടുതൽ കാലം ഓർത്തു വയ്ക്കും. ശീലമായിപ്പോയി. SP ശകാരം കിട്ടിയതോടെ CI അലർട്ടായി. വിവേകിന്റെ ജഡം കിടന്നിരുന്ന സ്ഥലം വീണ്ടും അരിച്ചു പറക്കി പരിശോധന നടത്തി. അപ്പോഴാണ് നിർണായകമായ ആ തെളിവ് കൈ കിട്ടിയത്. എന്താണ് നിർണായകമായ തെളിവ്? ഒരു താക്കോല്. താക്കോലോ? ബാങ്ക് ലോക്കറിന്റെ താക്കോല്. ആ താക്കോലും ഈ കേസുമായിട്ട് എന്താ ബന്ധം? ജഡം കിടന്നതിന്റെ തൊട്ടടുത്ത് കിടന്നിരുന്ന താക്കോലാണത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ബന്ധം അതിന് കാണുമല്ലോ. അതെങ്ങനെയെന്ന് പറയൂ. ലോക്കർ കീ ഏത് ബാങ്കിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ താക്കോലിന്റെ ഉടമയെ കണ്ടുപിടിക്കാമല്ലോ. ആ താക്കോൽ എങ്ങനെയാണ് അവിടെ വന്നതെന്ന് പറയേണ്ടത് പിന്നെ അയാളാണ്. ഇതൊക്കെ വെറും ഫൂളിഷ് നിഗമനങ്ങളാണ്. ഈ രീതിയിൽ ചിന്തിച്ചാണ് നീക്കമെങ്കിൽ അന്വേഷണം കാട് കയറും. എന്തായാലും അന്വേഷണത്തിന്റെ പോക്കനുസരിച്ച് ലോക്കർ കീയുടെ ഉടമയെ കണ്ടുപിടിക്കും. ലോക്കർ തുറക്കുകയും ചെയ്യും. ആ താക്കോൽ ഇപ്പൊ എവിടെയായിരിക്കുന്നത്? ഇപ്പൊ താക്കോൽ എവിടെയാണെന്ന് എനിക്ക് യാതൊരു അറിവുമില്ല. അതെങ്ങനെയെങ്കിലും അവിടുന്ന് പൊക്കണം. അതിന് ദൈവം വിചാരിക്കണം. താക്കോല് CIയുടെ അണ്ടറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കക്ഷിക്കാണെങ്കിൽ എന്നെ അത്ര വിശ്വാസവും ഇല്ല. അല്ല, ഈ ലോക്കർ കീ കിട്ടിയത് കൊണ്ട് ദിയക്ക് എന്താ പ്രയോജനം? അതോ, അത് കൈ കിട്ടിയാ നമുക്ക് ബാങ്ക് ലോക്കർ തുറക്കാം. മിക്കവാറും അതില് കോടികൾ മതിക്കുന്ന സ്വർണവും ഡയമണ്ട്സും ഉണ്ടായിരിക്കും. കിട്ടിയാ നമുക്ക് 50-50. അത് തന്നെ ഉദ്ദേശം. ഉദ്ദേശം നല്ലതായിരുന്നു, പക്ഷേ സാധ്യത തീരെയില്ല. ആര് വിചാരിച്ചാ അതവിടുന്ന് പൊക്കാൻ പറ്റും? അതിന് CI തന്നെ വിചാരിക്കണം. ആ SP ഇടപെട്ടത് കൊണ്ടാണ് അന്വേഷണം ദ്രുതഗതിയിൽ നീങ്ങാൻ തുടങ്ങിയത്. അല്ലായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഇഴഞ്ഞിഴഞ്ഞേ പോകുമായിരുന്നുള്ളൂ. SP കൊടുത്ത ഡോസിന്റെ ബലത്തിൽ CI ആണെങ്കിൽ ഇടം വനം തിരിയാൻ സമയം തരുന്നില്ല. SP ഒന്ന് കയ്യിലെടുക്കാൻ എന്താ വഴി? അത് SP അടുത്ത ഒരു സുഹൃത്തുണ്ട്. ദിയ അറി. ആര്? നന്ദിതയെ സ്റ്റേഷനിൽ വെച്ച് താലി കെട്ടിയ ശിവദാസ്. എന്തായാലും ഒരു കാര്യം ദിയ ഉറപ്പിച്ചോളൂ. 90 ദിവസത്തിനുള്ളിൽ നന്ദിതയ്ക്ക് ജാമ്യം കിട്ടാൻ പോകുന്നില്ല. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഉപ്പില്ല. എന്റെ ദൈവമേ, ഞാനിത് എങ്ങനെ കുടിച്ചു തീർക്കും? നല്ല വിശപ്പുണ്ട്.
മുത്തശ്ശി അത് ശീലമില്ലാത്തോണ്ടാ. മെല്ലെ അതങ്ങ് ശരിയായിക്കോളൂ. ഉപ്പ് കൂട്ടാതെ ആജീവനാന്തം കഴിയണമെന്നും എനിക്ക് പറ്റത്തൊന്നുമില്ല. ആ കുറച്ചു ദിവസം ഇങ്ങനെ പോട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. നന്ദൂട്ടാ, ഒരു ചുട്ട പപ്പടം കിട്ടിയിരുന്നെങ്കിലേ കുടിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നേനെ. പപ്പടം തീരെ പറ്റില്ല മുത്തശ്ശി. കുറച്ചു ദിവസത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. മുത്തശ്ശി നല്ല കുട്ടിയല്ലേ. മുത്തശ്ശി, ആ, അച്ഛന്റെ കമ്പനി വല്ലാത്തൊരു പ്രതിസന്ധിയിൽ പെട്ടുകിടക്കുക. എന്ത് പ്രതിസന്ധി? എപ്പോ വേണമെങ്കിലും തകരാവുന്ന അവസ്ഥയില. അതിന്റെ വേവലാതിയിലും വിഷമത്തിലും അച്ഛൻ നടക്കുന്നത്. അങ്ങനെ പ്രതിസന്ധി ഉണ്ടാവാൻ എന്താ കാരണം? കാരണം അച്ഛന്റെ പിടിപ്പുകേട് തന്നെയാ. ഒരിക്കലും ഒരാളും ചെയ്യാൻ പാടില്ലാത്ത കാര്യം അച്ഛൻ ചെയ്തിരിക്കുന്നത്. കമ്പനി അക്കൗണ്ടിൽ നിന്ന് വലിയൊരു തുകയെടുത്ത് മറിച്ച് ഷെയർ മാർക്കറ്റിലിട്ടു. പെട്ടെന്ന് കുറെ ലാഭം ഉണ്ടാക്കാന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ ആ ശ്രമം പൊളിഞ്ഞു. മോളെ, ഇതങ്ങ് വെച്ച്. ഇങ്ങനെയുള്ള കുരുട്ടുബുദ്ധിയാ അവൻ തലയിലിരിക്കുന്നത്. സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണോ ഇത്? പാർട്ണർഷിപ്പ് ബിസിനസ് ആകുമ്പം പ്രത്യേകിച്ചു. ഇതൊക്കെ ഒരു വിശ്വാസ വഞ്ചനയല്ലേ? അവന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ദിയ കമ്പനിയിൽ ജോയിൻ ചെയ്ത ശേഷം ആ ക്രമക്കേടുകൾ മുഴുവൻ കണ്ടുപിടിച്ചു. അത് വെച്ച് അവളിപ്പോ അച്ഛനെ ബ്ലാക്ക്മെയിൽ ചെയ്യുക. അവളെയാണ് എന്റെ മകനും ഭാര്യയും അവിടെ മോളും കൂടെ തലയേറ്റിക്കൊണ്ട് നടക്കുന്നത്. അനുഭവിക്കട്ടെ. കമ്പനി ഞാൻ ഏറ്റെടുക്കണമെന്ന് അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അതിന് തയ്യാറല്ലെന്ന് അച്ഛനെ അറിയിക്കുകയും ചെയ്തു. അതെന്തിനാ നീ അങ്ങനെ പറഞ്ഞത്? കമ്പനിയുടെ ഈ അവസ്ഥയിൽ എനിക്കെന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെയല്ല, നീ അത് ഏറ്റെടുക്കണം. നന്ദന്റെ തീരുമാനം ശരി തന്നെയാണ് മുത്തശ്ശി. ഈ അവസ്ഥയില് നന്ദനൊന്നും ചെയ്യാൻ കഴിയില്ല. ലാഭം ഉണ്ടാക്കാൻ പോയിട്ട് നഷ്ടത്തിന്റെ പാതാളത്തിലേക്കാ ചെന്ന് വീണിരിക്കുന്നത്. ഇതിന് സ്വന്തമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കാൻ വാസുദേവനെ കൊണ്ടാകുമോ? എനിക്കറിയില്ല. പെട്ടെന്നുണ്ടായ ഈ തകർച്ചയും ദിയയുടെ ഭീഷണിയും കാരണം അച്ഛൻ മനോനില തെറ്റിയ അവസ്ഥയില. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ദിയ മുത്തശ്ശിയോട് മോശമായിട്ട് പെരുമാറിയപ്പോ ഒന്നും ചെയ്യാതെ അച്ഛൻ നോക്കി നിന്നത്. അവന്റെ മനോനില തെറ്റിക്കിടക്കുകയാണെങ്കിൽ ഇനി എങ്ങനെയാ അവൻ കമ്പനി നടത്തിക്കൊണ്ട് പോവുക? ഈ സാഹചര്യത്തിൽ കമ്പനിക്കാര്യം നീ നോക്കുന്ന നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. ഇതില് ക്രമക്കേട് നടത്തിയ ആള് തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തണം. എങ്കിൽ മാത്രമേ കമ്പനി തകരാതെ തിരിച്ചു പിടിക്കാൻ പറ്റൂ. കമ്പനി കാര്യത്തില് ഒരു പരിചയമില്ലാത്ത നന്ദന്റെ തോളില് ചുമതലകൾ വെച്ച് കെട്ടി പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്നതില് ഒരർത്ഥവും ഇല്ല. മനക്കരുത്തോടെ പ്രശ്നങ്ങളെ നമ്മൾ നേരിടുകയാ വേണ്ടത്. ദിയ ഉണ്ടാക്കി വെച്ച കുരുക്കിൽ അച്ഛൻ പെട്ടുപോയല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്. അച്ഛനോട് എനിക്കിപ്പോ സഹതാപം തോന്നുക. എല്ലാം അവനവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് വരുത്തി കൂട്ടിയതാ. ആ അമ്മയും മോളും കൂടിയാ അവനിങ്ങനെ ആക്കി തീർത്തത്. അതവന്റെ വിധി. ദിയ കമ്പനിയിൽ വലിയ സ്ഥാനത്ത് വന്നു കയറിയത് അവളുടെ അച്ഛന്റെ സ്വാധീനം കൊണ്ട്. അതുപോലെ കമ്പനിയുടെ ഒരു കീ റോളിൽ നന്ദനും ആ ഓഫീസിൽ ജോയിൻ ചെയ്യണം. ഒരു ഫൈറ്റ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അത് നേർക്ക് നേർ തന്നെ ആവണം.